കൃപയുടെ പ്രത്യേകത ഇതാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഫോക്കസ് യേശുവിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ദുർഘടം വന്നു കഴിഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മുടെ ഫോക്കസ് യേശുവിലായിരിക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പ്രതികൂലങ്ങൾ എത്ര വന്നു കഴിഞ്ഞാലും സമതല പ്രദേശത്തുകൂടെ സമാധാനത്തിൽ നമ്മൾ നടക്കും. ശ്രദ്ധ യേശുവിൽ നിന്ന് മാറുമ്പോഴാണ് സർക്കംസ്റ്റാൻസസ്, അതായത് സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാണെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് ഈ പ്രതികൂലങ്ങൾ നമ്മളെ ഭയപ്പെടുത്താൻ തുടങ്ങുന്നത്. കൃപയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. യേശുവിനെ നോക്കുക, അവൻ ചെയ്യുന്ന പ്രവൃത്തി കാണുക. അത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതികൂലങ്ങൾ എനിക്കൊരു വിഷയമല്ല. ഗ്രേസിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗ്രേസ് ഈസ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഈസ് ഓൾവേസ് സൂപ്പർ നാച്ചുറൽ. അതെ, കൃപയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവിന് അപ്രാപ്യമായത്, ദൈവത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നത്, അവൻ്റെ ശക്തി നമ്മുടെ മേലേക്ക് പ്രവഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതായത് നമ്മുടെ ശരീരത്തെ ദൈവം തനിക്ക് പ്രവർത്തിക്കാൻ ഒരു ഉപകരണമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. ഈ കൃപ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടട്ടെ. പ്രതികൂലങ്ങളുടെ നടുവിലൂടെയല്ല, പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ സമതല പ്രദേശത്തുകൂടെ നടക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങും. പത്രോസ് നടന്നത് പോലെ എതിർപ്പുകൾ ഉണ്ടാകുമായിരിക്കാം, ഡസൻറ്റ് മാറ്റർ. നീ കൃപയില. കൃപ നിനക്ക് അനുകൂലമാണ്. കൃപ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ലോകം പ്രതികൂലമായാലും നിങ്ങളുടെയോ എൻ്റെയോ വിഷയമല്ലാതെ. കാരണം കൃപ നമുക്ക് അനുകൂലമാണ്. കൃപ നമുക്ക് അനുകൂലമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമുക്ക് എതിര് നിൽക്കാൻ പറ്റും. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ. ദൈവകരം നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ